നിർമ്മാണം പൂർത്തീകരിച്ച അയലൂർ കോഴിക്കാട് അംഗൻവാടി വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. വനിതാ ശിശുവികസന ഫണ്ടും LSGD ഫണ്ടും വകയിരുത്തി നിർമ്മിച്ചതാണ് പുതിയ അംഗൻവാടി കെട്ടിടം. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ അംഗൻവാടി 50 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതിനർത്ഥം എന്താ അറിയോ? 50 വയസ്സായിട്ടുള്ള ആളുകൾ അന്ന് ഇവിടത്തെ ഈ അംഗൻവാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതിന്റെ സേവനം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അംഗൻവാടി എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ മുറ്റത്ത് പൂന്തോട്ടമാണ്. കണ്ടില്ലേ? ചിത്രശലഭങ്ങളെ പോലെ പറന്നു പറന്നെത്തുന്ന കുട്ടികൾക്ക് മാനസികവും ആരോഗ്യപരമായ ഈ പ്രദേശത്തുള്ള വീട്ടമ്മമാർക്ക്, കൗമാരപ്രായക്കാർക്ക് ഏതെങ്കിലും തരത്തിലൊരു അസുഖം വന്നാൽ, അതുപോലെ തന്നെ ഏതെങ്കിലും മാരകമായ രോഗങ്ങൾ വരുമ്പോഴൊക്കെ അവിടെ ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയിരുന്നത് നമ്മുടെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരാണ്. ഇപ്പൊ അവിടെ ആശ വന്നു. അതുകൊണ്ട് ആശ വന്നു. പിന്നെ നമ്മുടെ ഹരിതകർമ്മസേനക്കാര് എല്ലാ ദിവസവും വീട്ടിൽ വരിക. ഈ കേരളം മാറുകയാണ്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ എത്തുന്ന ഈ സ്ഥാപനവും നല്ല കെട്ടിടം വേണം. ഞങ്ങളിപ്പോ ഇത് 3ാമത്തെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് അയലൂർ ഗ്രാമപഞ്ചായത്തിൽ. കേട്ടോ, അംഗൻവാടികൾക്ക് ഈ സൂപ്പർവൈസർ പറഞ്ഞത് CDP പറഞ്ഞത് 3 സ്ഥാപനങ്ങൾ കൂടെ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. MLA ഇപ്പൊ തന്നെ കാശ് വെക്കണം എന്നാണ്. MLA ആണല്ലോ ഇതൊക്കെ വെക്കേണ്ടതെന്നാണ്. സ്വാഭാവികമായിട്ടും ഫണ്ടിനനുസരിച്ച് നമ്മളത് കൊടുക്കുന്നതിൽ ഒരു വിഷമമില്ല. കാരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജീന ചാന്ദ് മുഹമ്മദ്, ജനപ്രതിനിധികളായ കെ കണ്ണനുണ്ണി, മവിത വിശ്വനാഥ്, വനിതാ ശിശുവികസന ജില്ലാ ഓഫീസർ ഡോക്ടർ പ്രേന മനോജ് ശങ്കർ, നെമ്മാറ പദ്ധതി ഓഫീസർ R ജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.